വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാതെ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിച്ച പ്രത്യേക പരിപാടി പരീക്ഷാ പേ ചർച്ച പൂർത്തിയായി. പരീക്ഷാ പേ ചർച്ചയുടെ 7ാം പതിപ്പായിരുന്നു ന്യൂഡൽഹിയിൽ നടന്നത്. ഒമാനിൽ നിന്നുള്ള വിദ്യാർത്ഥിനി ഡാനിയ സാബു വർഗീസാണ് പ്രധാനമന്ത്രിയോട് ആദ്യം ചോദ്യം ചോദിച്ചത്. My question is, how do cultural and societal expectations contribute to the pressure students feel during examinations, and how can these external influences be addressed? Thank you. किसी भी प्रकार के प्रेशर को झेलने के लिए सामर्थ्यवान बनाना चाहिए. रोते बैठना नहीं चाहिए. मान के चलना चाहिए कि जीवन में आता रहता है, दबाव बनता रहता है, तो खुद को तैयार करना पड़ता है. अब जैसे कभी आप उस स्थान पे जाते हैं जहां ठंड ज्यादा है और आप किसी गर्म इलाके में रहते हैं, तो आप मन को तैयार करते हैं कि आज अब मुझे 3-4 दिन के बाद ऐसे इलाके में जाना है जहां ठंड ज्यादा है. तो मन से आप तैयार करते हैं तो धीरे धीरे तो लगता है, पहुंचने के बाद कभी लगता है यार मैंने तो सोचा था उससे तो ठंड कम है, क्योंकि आपने मन से तय कर लिया है. और इसलिए आप टेम्परेचर कितना है कितना नहीं वो देखने की जरूरत नहीं पड़ती, आपका मन तैयार हो जाता है. वैसे ही दबाव को हमने अपने तरीके से मन से एक बार इस स्थिति से जीतना है, ये तो संकल्प करना होता है. സാമൂഹികവും സാംസ്കാരികവുമായ പ്രതീക്ഷകൾ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മേൽ എത്രത്തോളം സമ്മർദ്ദം ചെലുത്തുന്നുവെന്നായിരുന്നു ഡാനിയ പ്രധാനമന്ത്രിയോട് ചോദിച്ചത്. ഇത്തരം ബാഹ്യ ഇടപെടലുകളിൽ നിന്ന് എങ്ങനെ അതിജീവിക്കാനാകുമെന്നും പ്രധാനമന്ത്രിയോട് ഡാനിയ ആരാഞ്ഞു. എല്ലാത്തരം സമ്മർദ്ദങ്ങളെയും അതിജീവിച്ച് മുന്നേറാനുള്ള ശ്രമം സ്വയം ആർജിച്ചാൽ മാത്രമേ ഉന്നത സ്ഥാനങ്ങളിലെത്താൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി മറുപടി നൽകി. നമ്മുടെ കഴിവുകളെ തകർക്കുന്ന തരത്തിൽ സമ്മർദ്ദം നമ്മളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങൾ അവലംബിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സമ്മർദ്ദങ്ങൾ സുഹൃത്ത് ബന്ധങ്ങളെപ്പോലും തകർക്കുന്ന തരത്തിലേക്ക് എത്തുന്നതിനെ പറ്റിയാണ് ആൻഡമാനിൽ നിന്നുള്ള ഭാഗ്യലക്ഷ്മി പ്രധാനമന്ത്രിയോട് ചോദിച്ചത്. അനാരോഗ്യകരമായ മത്സരബുദ്ധി വിദ്യാർത്ഥികൾ ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്നായിരുന്നു കോഴിക്കോട്ട് നിന്നുള്ള സ്വാതി ദിലീപിന്റെ ചോദ്യം. Honorable Prime Minister, sir, I am Swati Dilip, a class 11 student from PM Sri Kendriya Vidyalaya No. 1 Calicut of Ernakulam region. Sir, could you please guide us on how, in this competitive world, we can avoid unhealthy and unnecessary competition, and also how to not take peer pressure into our heads? Thank you, sir. लेकिन जैसे एक सवाल में पूछा कालीकट से बच्ची ने, हेल्दी कंपटीशन, इसलिए कंपटीशन हेल्दी होना चाहिए. अब आपका जो सवाल है वो जरा डेंजर है और वो मुझे चिंता कराता है. शायद मुझे भी इस परीक्षा पे चर्चा पे इस प्रकार का सवाल पहली बार आया है. देखिए, कभी कभी इस प्रवृत्ति का जहर, ये बीज पारिवारिक वातावरण में ही बो दिया जाता है. घर में भी माँ बाप, 2 बच्चे हैं तो दोनों के बीच में कभी एक के लिए अच्छा बोलेंगे, कभी दूसरे के लिए. तो कभी उन 2 भाई बहन में भी या 2 भाई में भी या 2 बहनों में भी, देखिए मां ने उसको तो ये कह दिया और मुझे ऐसा कह दिया. एक इस प्रकार की विकृत स्पर्धा का भाव जाने अनजाने में परिवार के रोजमर्रा के जीवन में बो दिया जाता है. और इसलिए मेरी सभी पेरेंट्स से आग्रह है कि कृपा करके बच्चों की इस प्रकार की कंपैरिजन, अपने ही संतानों की ऐसी कंपैरिजन मत कीजिए.
വെല്ലുവിളികളും ആരോഗ്യകരമായ മത്സരങ്ങളും ജീവിതത്തിൽ പ്രചോദനം നൽകുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ അനാരോഗ്യകരമായ മത്സരം വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകുമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദ്യാർത്ഥികളോടും അധ്യാപകരോടും രക്ഷിതാക്കളോടും സംവദിച്ചു. പ്രഗതി മൈതാനിലുള്ള ഭാരത് മണ്ഡപത്തിൽ രാവിലെ 11 മുതലാണ് പരിപാടികൾ ആരംഭിച്ചത്. ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 2 വിദ്യാർത്ഥികളെയും ഒരു അധ്യാപകനെയും കലോത്സവ് വിജയികളെയുമാണ് പ്രധാന പരിപാടിയിലേക്ക് പ്രത്യേക അതിഥികളായി ക്ഷണിച്ചിരുന്നത്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ നിന്നുള്ള 100 വിദ്യാർത്ഥികൾ പരിപാടി ആരംഭിച്ചതിനു ശേഷം ആദ്യമായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് സമ്മർദ്ദമില്ലാതെ പരീക്ഷകൾ അഭിമുഖീകരിക്കുന്നതിനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന പ്രത്യേക പരിപാടിയായിരുന്നു പരീക്ഷാ പേ ചർച്ച. പരീക്ഷാ പേ ചർച്ചയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ച പ്രദർശനം വീക്ഷിച്ചു. बनने की ओर देश अग्रसर है, तो उन अवसरों से वंचित न रहे और उसका लाभ उन युवाओं को पहुंचाया जाए। तो अब से कुछ ही देर में प्रधानमंत्री यहाँ पर आने वाले हैं भारत मंडपम में सभागार के अंदर, वो बच्चों से परीक्षा पे चर्चा करेंगे और